നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു സംഗതിയാണ് സാങ്കേതികത. സാങ്കേതികത ഇത്രയും വികസിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറ്റകൃത്യങ്ങൾക്കൊരു മറയാക്കി സാങ്കേതികതയെ മാറ്റിയാലോ? ഈ ഒരു ആശയത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പുസ്തകമാണ് ആദർശസ് എഴുതിയ ഡാർക്ക് നെറ്റ്. ഈജിപ്തിലെ പിരമിഡുകളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നവരിൽ ഒരാൾ മലയാളിയായ പ്രൊഫസർ അനന്തമൂർത്തിയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് ധാരാളം ഭീഷണികൾ ഉയർന്നു വന്നതിനെ തുടർന്ന് അവിടെയുള്ള ഗവേഷണം താൽക്കാലികമായി നിർത്തി അദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്താൻ അങ്ങനെ കേരള പോലീസ് നിർബന്ധിതരാകുന്നു. ഇതേ സമയം തന്നെയാണ് കേരള പോലീസ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് രൂപം നൽകുന്നത്. ഇന്റർനെറ്റിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ശിവന്തിക IPSന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ടീമിന് രൂപം കൊടുക്കാൻ പോലീസ് മേധാവി തീരുമാനിക്കുന്നത്. മറുവശത്ത് AMD എന്ന പേരിലുള്ള ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ വർക്ക് ചെയ്യുന്ന ഷിഖയ്ക്കും അലനും ഒരു പുതിയ അസൈൻമെന്റ് അനസൂയ ദേവി എന്ന അവരുടെ മാനേജിംഗ് ഡയറക്ടർ നൽകുകയാണ്. ഈ പ്രൊഫസർ അനന്തമൂർത്തിയെ നേരിട്ട് കാണുന്നതിനും അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ഒരു ഗവേഷകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനും അവർ നിയുക്തരാകുന്നു. എന്നാൽ കേരളത്തിൽ വെച്ച് പ്രൊഫസർ അനന്തമൂർത്തി കൊല്ലപ്പെടുന്നതോടെ കഥ മറ്റൊരു വഴിയിലേക്ക് തിരിയുകയാണ്. പ്രൊഫസർ അനന്തമൂർത്തിയെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അവസാനമായി കണ്ടവർ എന്ന നിലയിൽ ഷിഖയും അലനും സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിലേക്ക് ഇടം നേടുന്നു. ശിവന്തിക IPSനാണ് കേസിന്റെ അന്വേഷണ ചുമതല. തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഷിഖയും അലനും അലന്റെ സഹോദരന്റെ സുഹൃത്തായ സിദ്ധാർത്ഥന്റെ സഹായം തേടുന്നു. ഒരു വശത്ത് സിദ്ധാർത്ഥനും ഷിഖയും അലനും ചേർന്ന് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് നടത്തുന്ന അന്വേഷണവും മറുവശത്ത് കൊലപാതകത്തെക്കുറിച്ച് നടത്തുന്ന ശിവന്തിക IPSന്റെ അന്വേഷണവും പാരലായിട്ട് മുന്നോട്ടു പോകുന്നു. ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ വെളിച്ചത്ത് വരുന്ന രഹസ്യങ്ങളും അപ്പോഴും ഇരുളിൽ തന്നെ തുടരുന്ന രഹസ്യങ്ങളും പുസ്തകത്തിന്റെ സങ്കീർണതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ആദ്യോടന്തം ഒരു മടുപ്പുമില്ലാതെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ഡാർക്ക് നെറ്റ്.